Hello, welcome back to Edu Spark. തമിഴ്നാടു ടീച്ചിങ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന B.Ed കോഴ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു പേപ്പറായ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന പേപ്പറിലെ 5th മൊഡ്യൂളിൽ 5 ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 വരെയുള്ള ടോപ്പിക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 10 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് NPE 1986 എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സി എന്താണ് NPE 1986 പറയണതെന്ന് നോക്കാം. ഇൻ 1968, when the National Policy of Education was formulated for improving the educational scenario in our country, it was made clear that in every 5 years it should be reviewed and the progress should be brought in. അപ്പോൾ 1968 ആദ്യത്തെ NEP വന്നതിന് ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വന്നതിന് ശേഷം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇത് റിവ്യൂ ചെയ്യണമെന്നും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ആ മാറ്റങ്ങളെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്യണമെന്നും അതിൽ അന്ന് വന്ന 86-ലെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എല്ലാ 5 വർഷങ്ങളിലും റിവ്യൂ നടത്തുകയും അങ്ങനെ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം ഇൻകൾക്കേറ്റ് ചെയ്ത് പുതുതായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. ഓക്കെ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 is the result of the reviews on NPE 1968 and it is submitted in 1985 when Rajiv Gandhi was the Prime Minister. It has significant features and thrust areas which are discussed below. അപ്പോൾ ഇതിലുള്ള എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. A comprehensive national perspective on education has been sought by this policy that does not have a uniform and right system. NEP 1986 implies on equal opportunities to all, both in terms of access to education of a comparable quality and conditions of success, common education structure, a national curriculum framework, minimum levels of learning for each stage of education. ഇപ്പോൾ NEP ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. കോമൺ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ, അതായത് കേരളത്തിനൊരു സ്ട്രക്ചർ, തമിഴ്നാടുവിലൊരു സ്ട്രക്ചർ, കർണാടകയിലൊരു സ്ട്രക്ചർ, അങ്ങനെ അല്ലാതെ എൻറ്റയർ ഇന്ത്യ ഒരേ ഒരു കോമൺ ഫോമിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു NEP ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം. ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, അതിനു വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിനും ഒരേ തരത്തിലുള്ള എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ടുവരണം. ഒരു പുതിയ കരിക്കുലം കൊണ്ടുവരണം. മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് ഫോർ ഈച്ച് സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ, ഓരോ സ്റ്റേജസിലെത്തുമ്പോഴും മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ത് കിട്ടിയിട്ടുണ്ടാവണം? പ്രൈമറി കേസിലാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നേരത്തെ NEP 1968 നമ്മൾ പറഞ്ഞു പ്രൈമറി സ്റ്റേജസിൽ സയൻസിനും മാത്സിനുമാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെത്തുമ്പോൾ എന്തായിരിക്കണം? ഗ്രാജുവേറ്റഡ് ആകുമ്പോൾ എന്തായിരിക്കണം? പോസ്റ്റ് ഗ്രാജുവേഷനിൽ എന്തായിരിക്കണം ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട മിനിമം ലേണിംഗ് ഔട്ട്കം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. Educational opportunities to the neglected sections of the society like women, SC/ST, other backward sections and areas and handicapped is more important in the sense of equalizing the education. എഡ്യൂക്കേഷൻ ഈക്വലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വുമൻ, SC/ST, വേറെ ബാക്ക്വേർഡ് സെക്ഷൻസിൽ നിൽക്കുന്നവർക്കും ഫിസിക്കലി ഓർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം.
UEE, ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വന്ന സാധനമാണ് UEE, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. എലമെൻ്ററി എഡ്യൂക്കേഷൻ യൂണിവേഴ്സൽ ചെയ്യുക, അതായത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ ആക്കുക. Through a directive principle, the policy has given first priority to the UEE emphasized in the constitution. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ UEE കൊണ്ടുവരികയാണ് ചെയ്തത്. Common structure of education, the 10+2+3 structure recommended by the Educational Committee has already been implemented in several states and will be extended to all over the country. സോ ഓൾറെഡി 10+2+3 സ്ട്രക്ചർ നമ്മുടെ 68ൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സം സ്റ്റേറ്റ്സിൽ. പക്ഷെ കുറേ സ്റ്റേറ്റ്സിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവിടേക്ക് കൂടെ അത് വ്യാപിപ്പിക്കുക. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക്, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാവർക്കും ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ ഒരു കോമൺ കരിക്കുലം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക്? The policy stresses on the point that a national curriculum framework with a common core and flexible component should be employed. കോമൺ ആയിട്ടുള്ള കരിക്കുലം കൊണ്ടുവരണം. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ്, ആ കരിക്കുലത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെൻറ്റ്, ഫ്രീഡം ഫൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ദ കൺട്രീസ് കോമൺ കൾച്ചറൽ ഹെറിറ്റേജ്, കൺട്രിയുടെ കോമൺ ആയിട്ടുള്ള സാംസ്കാരിക ഹെറിറ്റേജുകൾ, നഗരങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ബിലീവ്സ് ഇൻ ഇക്വാലിറ്റിയെ പറ്റിയിട്ട്, ഡെമോക്രസീനെ പറ്റി, ഇക്വാലിറ്റി, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് സോഷ്യൽ ബാരിയേഴ്സ്, ഒബ്സർവൻസ് ഓഫ് സ്മോൾ ഫാമിലി ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോർ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം വർക്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. Okay, and then child-centered education. The mode of teaching and learning activity should be based more upon the child-centered. It should not be teacher-centric, it should be child-centric. Minimum level of learning. Minimum levels of learning for all stages will be laid down to ensure comparable standards of education. എന്തിനാണ് ഈ മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത്? അപ്പോൾ കുട്ടിക്ക് ഒരു കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എല്ലാ സ്റ്റേജസിലും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണമെന്ന് 86 NEP പറയുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ. എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രൊമോട്ട് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ, എഡ്യൂക്കേഷൻ ഷുഡ് ബി എ ടൂൾ ഫോർ ദ cultivation of eternal values. Education should help to eliminate obscurantism, religious fanatism, violence, superstition and fatalism. അപ്പോൾ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സും റിലീജിയൻസ് റിലേറ്റഡ് ഫാൻറ്റീസും വയലൻസും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. Evaluation process and examination. Improvements in evaluation and examination processes will be pursued with greater vigor. Provision of facilities. ഞാൻ ചിലതൊന്നും പറയാത്തത് അത് പറയുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ്. Provision of facilities for promoting quality of facilities like building, teachers and social facilities will be provided on a fuller basis through scheme of operation Blackboard for primary schools. At secondary and higher secondary level, the importance will be implied upon library reading, laboratory working. Community involvement. To reduce absenteeism and dropout, involvement of parents and voluntary ഏജൻസീസ് ആർ റിക്വയർഡ്. കുട്ടികളെ ക്ലാസ്സിൽ വരാതിരിക്കുന്നത് മാറാനും അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട്സിൻ്റെ എണ്ണം കുറയ്ക്കാനും വേണ്ടി പാരൻസിനെയും അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള വോളണ്ടറി ടീംസിനെയും നമ്മൾ ടീച്ചിങ്ങിൽ ഇൻകൾക്കേറ്റ് ചെയ്യണം. ടീച്ചർ ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ. വിത്ത് കംപ്ലീറ്റ് ഫെയ്ത്ത് ഇൻ ടീച്ചേഴ്സ്, the policy envisages from freedom to innovate and to reflect the concerns and aspirations of the community.
Professional education of teachers at DIETS will be organized for the purpose as also to impart training for adult and non-formal education. To accredit teacher education institutions, the NCTE have all the powers and it can provide guidance on curriculum and method if necessary. സോ നമുക്കറിയാം ടീച്ചർ ഒരു ക്രൂഷ്യൽ റോളാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടത്തുന്നത്. ആ ടീച്ചർക്ക് ടീച്ചിങ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ BEd ആയി പഠിക്കുന്ന നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ഏതെങ്കിലും ഒരു കോളേജിൽ ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എന്തായിരിക്കണം, ഫോർമലായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കുന്നുണ്ടാവേണ്ടത്. NCTEക്ക് ഈ കോളേജുകളുടെ ഗൈഡ് ലൈൻസും കരിക്കുലത്തിന് കൈകടത്താനുള്ള, അതായത് അത് തിരുത്താനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും. ഇത്രയാണ് ഈ 12 പോയിൻറ്റ്സാണ് നമ്മൾ NPE 1986 പഠിക്കുന്നത്. 68 കമ്പയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളിൽ ഡിഫറെൻ്റ് ആണ് 86 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടും നന്നായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. താങ്ക് യു.